ഹലോ ഓൾ, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് AR മുരുകദാസ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ശിവകാർത്തികേയൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള മദ്രാസി എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. സിനിമ ഇന്നിവിടെ റിലീസായി. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് വാസ് ഫയർ ആയിരുന്നു. കിഡിലെ മേക്കിംഗ് ആയിരുന്നു. അത് ഞാൻ പറയാം, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി ആണ്. അയ്യോ, അടിപൊളിയായിരുന്നു. അത് ഫസ്റ്റിലത്തെ ഒരു ഷൂട്ട് ഔട്ട് സീക്വൻസ് ഉണ്ട്, അവിടെ തുടങ്ങി എൻ്റെ കിളി പോയി സത്യം പറഞ്ഞാൽ. എന്നെ കിടിലം മേക്കിംഗ്, അടിപൊളി മേക്കിംഗ്. ഫൈറ്റ് സീൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇത് കിടിലമാണ് ഇതിന്റെ മേക്കിംഗ്. പിന്നെ എന്താ പറയാ, പെർഫോമൻസസിലേക്ക് മെയിൻ അത് കഴിഞ്ഞിട്ട് വരാം. മെയിനായിട്ട് ഫൈറ്റ് കൊറിയോഗ്രാഫി തന്നെയാണ് എനിക്ക് സിനിമയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഫൈറ്റ്സ് അല്ലെങ്കിൽ ഷൂട്ട് ഔട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റുകൾ, ഇതൊക്കെ തിയേറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇതൊരു ട്രീറ്റ് ആണ് ഈ സിനിമ. അത്ര അടിപൊളിയാണ്. ഇതിലെ ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിലും ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ ബ്ലാസ്റ്റുകളാണെങ്കിലും VFX സൈഡ് ആണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എനിക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ്. ഇതിൽ ശിവകാർത്തികേയൻ രഘു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഞെട്ടിച്ചു കളഞ്ഞു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇമോഷൻസും ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാക്കുന്ന ട്രോമയും അതെല്ലാം ശിവകാർത്തികേയനിൽ അത് ഭയങ്കര അടിപൊളിയായിട്ട്. എന്ന് പറഞ്ഞാൽ ശിവകാർത്തികേയനിലെ ക്യാരക്ടർ ഭദ്രമായിരുന്നു, നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലെ. നല്ല അടിപൊളിയായിട്ട് ശിവകാർത്തികേയനെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കുറ്റം പറയാനില്ല. പിന്നെ രുക്മിണി വസന്തിന്റെ ക്യാരക്ടറാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. മാലതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് രുക്മിണി വസന്ത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു ക്യാരക്ടറും അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുമുണ്ട്. കിഡിലൻ ക്യാരക്ടർ, നല്ല രസമായിട്ട് ആ ക്യാരക്ടർ, അതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ക്യാരക്ടർ ഇമോഷൻസും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണമയവും കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് അവരുടെ പെർഫോമൻസിന്റെ ഒരു ഗുണം കൊണ്ടാണ്. നമുക്കത് ഒരു സീനിൽ പോലും അങ്ങനെ ക്രിഞ്ച് അടിക്കാതെ നല്ല രസമായിട്ട് അവരുടെ ആ ഇമോഷൻ നമുക്ക് കൺവേ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ബിജു മേനോൻ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറായിട്ട് ചെയ്തത് നമ്മുടെ കിങ് ഓഫ് കൊത്തയിലെ കണ്ണൻ ഭായി ഉണ്ടല്ലോ, ആളുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, അതാണ് ഞാൻ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞത്. അയ്യോ, മച്ചാൻ കിടിലമായിരുന്നു. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആളുടെ സ്വാഗും ആൾക്ക് കൊടുത്തിരിക്കുന്ന സ്കോറിങ്ങും മൊത്തത്തിൽ ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അത് മച്ചാൻ കിടിലമായിട്ട് ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ വിദ്യുത് ജംബാൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ആളുടെ ഫിസിക്കും ആളുടെ ഒരു ലുക്സിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല, അടിപൊളിയാണ്. പക്ഷെ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സ്വാഗും ഒരു ആറ്റിറ്റ്യൂഡും അത് ഭയങ്കര കിഡിലോട്ട് മച്ചാൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ വിമല രാമൻ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അധികം സീനൊന്നുമില്ല, കുറച്ച് സീനേ ഉള്ളൂ, പക്ഷെ ഉള്ള സീൻ നന്നായിട്ട് അത് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഇപ്പൊ ഇത് പറയുന്ന ഫസ്റ്റിലത്തെ പോസിറ്റീവായിട്ട് പറഞ്ഞത് ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ്. അത് ശിവകാർത്തികേയൻ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്ന അത് സ്ക്രീനിലുണ്ട്. സ്ക്രീനിൽ അത് കാണാനുണ്ട് ആ എഫേർട്ട്. മച്ചാൻ അടിപൊളിയായിരുന്നു. കിടിലൻ പെർഫോമൻസും ആ ഫൈറ്റിലേക്കൊക്കെ വരുമ്പോൾ എന്താ പറയാ, ഒരു ഭയങ്കര നൈസായിരുന്നു. വിജയ് ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത്ര നൈസായിട്ട് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ സിനിമയിലെ എടുത്തു പറയേണ്ട പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അനിരുദ്ധിന്റെ BGM ആണ്. അനിരുദ്ധിന്റെ BGMനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ രസമായിരുന്നു, പക്ഷെ സിനിമയിൽ അത് കഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ BGMലേക്ക് വരുമ്പോൾ അയ്യോ, കിടിലം വർക്ക് നടന്നിട്ടുണ്ട്. അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ ചില ഇമോഷണൽ സീക്വൻസസ് ആണെങ്കിലും ചില ഫൈറ്റ് സീക്വൻസിലൊക്കെ അനിരുദ്ധ പെടച്ചേക്കുന്ന പെടയുണ്ട്. എൻ്റെ അമ്മ, അടിപൊളി സ്കോറിങ്, കിടിലമായിരുന്നു. നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഇതെല്ലാം ഒരു ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. കിടിലമായിരുന്നു. ഇതിന്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ചില എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസസിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഫൈറ്റ് സീക്വൻസസിലേക്ക് വരുമ്പോൾ അനിരുദ്ധ് കൊടുത്തേക്കുന്ന സ്കോറിങ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് അടിപൊളി വർക്കാണ് മ്യൂസിക്കിൽ നടന്നിരിക്കുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പോസിറ്റീവുകളൊന്ന് ഈ പറഞ്ഞ പോലെ അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയിൽ എനിക്ക് മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റും പിന്നെ അതുപോലെ തന്നെ അതിന്റെ VFXും അതിൽ മൊത്തത്തിലുള്ള വിഷ്വൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. കിടിലം വർക്ക് നടന്നിട്ടുണ്ട്. നല്ലൊരു തിയേറ്ററിലാണെങ്കിൽ അടിപൊളിയായിരിക്കും. സൗണ്ട് ഡിസൈൻ ആണെങ്കിലും വിഷ്വൽ കൊറിയോഗ്രാഫി ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ വിഷ്വൽ എന്താ പറയുക, അവർ മൊത്തത്തിൽ എടുത്തിരിക്കുന്ന രീതി നമ്മളൊരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ തിയേറ്ററിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതായത്
ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു VFX ആണെങ്കിലും ഒരു ബ്ലാസ്റ്റ് സീക്വൻസസ് ഉണ്ട്, പിന്നെ അതുപോലെ ഫയറിംഗ് സീക്വൻസസ് ഉണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു. വിഷ്വൽ ഭയങ്കര അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ചില ആംഗിളൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സിനിമാറ്റോഗ്രഫി ആൻഡ് ഓഡിയോ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്ക് സിനിമയുടെ പോസിറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം. എനിക്കിതിൽ റൈറ്റിംഗ് കുഡ് ഹാവ് ബീൻ മോർ ബെറ്റർ എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം കുറച്ചൊന്ന് ചില സീനുകളും അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും മൊത്തത്തിലുള്ള ഒരു എഴുത്ത് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതിന് എന്ത് ലോജിക്കൽ ഇഷ്യൂസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറാണ്. പക്ഷെ കുറച്ചധികം ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഈ സിനിമയിൽ. ആൻഡ് അതെനിക്കൊരു ഭയങ്കര ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. കാരണം ചില ക്യാരക്ടേഴ്സ് ചില സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പം അതെന്താ അങ്ങനെ അവർ ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലുണ്ട്. അത് അങ്ങനത്തെ ചില ലോജിക്കലായിട്ടുള്ള ഇഷ്യൂസ് എനിക്ക് സിനിമയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതൊരു ഡീസന്റ് എന്റർടൈനർ ആണ്. നമുക്ക് എന്താ പറയാ, പോപ്കോൺ ഒക്കെ മേടിച്ച് ചിൽ ഔട്ട് ചെയ്തിരുന്ന് കണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൈയടിച്ച് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒരു എന്റർടൈനർ തന്നെയാണ്. ഫൈറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊരു ആക്ച്വലി ഒരു ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. അടിപൊളി ഫൈറ്റ് സീക്വൻസസ് ആണ്. ഫൈറ്റ് സീക്വൻസസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സിനിമ വേണേൽ കാണുമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളതുണ്ട് ഈ സിനിമയിൽ. അവർ അത്യാവശ്യം നല്ലപോലെ ഫൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെയാണ് എനിക്ക് സിനിമ കണ്ടതിന് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴത്തെ ഒരു കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ശരി, ബൈ. ബൈ ദ വേ എല്ലാവർക്കും ഹാപ്പി ആണ്. ശരി, ബൈ.